നമസ്കാരം. സംവിധായകൻ ജിത്തു ജോസഫാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. ഡിറ്റക്റ്റീവ് എന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ ആരംഭിച്ച സിനിമ ദൃശ്യം എന്ന സിനിമയുടെ വളർന്ന അവസ്ഥയിലേക്ക് സംവിധായക ജീവിതം എത്തിയിരിക്കുകയാണ് താങ്കളുടേത്. ദൃശ്യമാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമയായി മാറി. തമിഴിൽ കമലഹാസൻ നായകനായി വലിയ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ചിത്രം കമലഹാസനിലേക്ക് താങ്കൾ എത്തിച്ചത്? അല്ല, അത് ആക്ച്വലി ദൃശ്യം മലയാളത്തിൽ ഇത്ര വലിയൊരു സക്സസ് ആയപ്പം അതിൻ്റെ എനിക്കാണ് 3rd ഡേയോ 4th ഡേയോ സുരേഷ് ബാലാജി അവരുടെ വൈഡ് ആംഗിൾ ആ കമ്പനീൻ്റെ ഫുൾ ഓൾ ഇന്ത്യ എല്ലാ ലാംഗ്വേജിലേക്കുള്ള റൈറ്റ് മേടിച്ചു. അപ്പോൾ ആക്ച്വലി സുരേഷ് ബാലാജിയുടെ ഒരു പാർട്ട്ണറായിരുന്നു ജോർജ് പയസ് എന്ന് പറഞ്ഞ എൻ്റെ റിലേറ്റീവും കൂടെയാണ്. അപ്പം അവരത് എന്നോട് അങ്ങനെ സംസാരിച്ചു. തമിഴിലാണെങ്കിൽ ജിത്തുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആരായിരിക്കണം എൻ്റെ ഒരു പ്രിഫറൻസ്, ഒരു ഓപ്ഷൻസ് വൈസ് അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് കമൽ സാർ ആൻഡ് രജനി സാർ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എൻ്റെ ഒരു രണ്ടുപേരെയും സിനിമ കാണിക്കാം. അങ്ങനെ അവർ അത് കഴിഞ്ഞ് കുറച്ച് എനിക്കാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരത് പറഞ്ഞു. ഇങ്ങനെ കമൽ സാർ കണ്ടു, രണ്ടുപേരും കണ്ടു, കമൽ സാറാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലാണ് കൂടുതൽ ഡിസ്കഷൻ. അത് കഴിഞ്ഞാണ് ഞാനും കമൽ സാറും കൂടെ ഫേസ് ടു ഫേസ് വരുന്നത്. രജനീകാന്തിനോടും കഥ പറഞ്ഞിരുന്നു അല്ലേ? രജനീകാന്തിൻ്റെ രണ്ടുപേരെയും കാണിച്ചു, രണ്ടുപേരും കണ്ടു. അപ്പം രജനി സാർ ഇത് കണ്ടു കഴിഞ്ഞ് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോം തിയേറ്ററിൽ അദ്ദേഹം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സുരേഷ് സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു സുരേഷിന്. അതൊരു കുഴപ്പം, അതിനകത്തൊരു തല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ ലാലേട്ടനായിട്ട്, ആ ഹീറോയിനെ തല്ലുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് അവിടുത്തെ പ്രേക്ഷകരെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഫാൻസ് എങ്ങനെ എടുക്കുന്നൊരു ഒരു ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സംശയം എന്തെങ്കിലും പുള്ളിക്ക് അങ്ങനെ ഉണ്ടായി പുള്ളി. അത് കഴിഞ്ഞ് ആക്ച്വലി അപ്പോൾ ഇവിടെ നമ്മൾ കമൽ സാറിലേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടോ ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് തിരിച്ച് വന്നതാണ്. നേരത്തേക്കും ഓൾറെഡി നമ്മളിവിടെ മൂവ് ചെയ്ത്. അപ്പോൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ വെരി ഗുഡ്, ഗോ ഹെഡ്, കറക്റ്റ്, നന്നായി വരൂ, നല്ലൊരു സിനിമ, എനിക്ക് വേണം കമൽ സാറായിരിക്കും ഏറ്റവും നല്ലൊരു ഇതെന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ല രീതിയിൽ അതിനെ എടുത്തത്. കമലഹാസനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്ന കാലത്തും അതിൻ്റെ തുടർച്ചയായി താങ്കളും കമലും തമ്മിലുള്ള ബന്ധവും എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയല്ലേ, എൻ്റെ സ്വപ്നത്തിൽ പോലും കമൽ സാറില്ലായിരുന്നു. കാരണം നടക്കില്ല. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ എന്ന് ആ ഒരു ലെവലിലാണ് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കമൽ സാർ എന്നൊക്കെ വന്നപ്പം ആദ്യം ഭയങ്കര ഒരു ഞെട്ടലും ഒരു എക്സൈറ്റ്മെൻറ്റും. പിന്നെ അത് കഴിഞ്ഞ് തുറന്നു പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന്, രണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നും പലരും പറഞ്ഞു കമൽഹാസൻ എന്ന് പറയുന്നത് വ്യക്തിയിലൊരു സംവിധായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും, അവിടുന്ന് പലരും പോയി പല ശ്രമങ്ങൾ നടത്തിയതാണ്, ചിലർ പരാജയപ്പെട്ടു പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും കമൽ സാറിന് വെച്ചൊരു പടം ചെയ്യാം, ഈ ഒന്നുമില്ലെങ്കിൽ സത്യസന്ധത വരും, ഒന്നുമില്ലെങ്കിൽ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ട് ചുമ്മാ സൈഡിൽ നിന്നേക്കാന്നുള്ള രീതിയിൽ തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ചെന്നു ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ കോർ എലമെൻറ്റ് ഈ സിനിമയിൽ വലിയ കാര്യമായ മാറ്റം വരുത്താനില്ല, പക്ഷെ നമുക്ക് ഒരു മാറ്റം തോന്നുകയും വേണം ഈ സിനിമ കാണുമ്പോൾ, ക്യാരക്ടറൈസേഷനും എല്ലാം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയ നടൻ ചെയ്തതാണ്, അപ്പോൾ അദ്ദേഹത്തിനും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ട് ഈ ഫിലിമിൽ. അപ്പോൾ ഞങ്ങൾ വളരെ 2-3 സിറ്റിംഗ് ഉണ്ടായി. ആ ഒരു സിറ്റിങ്ങിൽ തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഇതായി. അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല സജഷൻസാണ് തിരുനെൽവേലി സ്ലാങ് വന്നത്. പേര് അദ്ദേഹം പറയുന്നത് എല്ലാവരും ദൃശ്യം നിർത്തുന്ന തമിഴിൽ ഈ ദൃശ്യം എന്നുള്ള വാക്കിന് വലിയ ഇതില്ല, അങ്ങനെ പല അന്തനാൾ എന്നൊക്കെ പറഞ്ഞ് പല പേര് വന്നപ്പോൾ ഈ പാർനാസ് എന്നുള്ള വാക്ക് വന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് വൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല. അദ്ദേഹത്തിനും സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാത്തിലും അദ്ദേഹം ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ജയമോഹൻ എന്ന് പറഞ്ഞ റൈറ്ററെ കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറും ഇതുമായിട്ട് ഇത് മേർജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല നല്ല സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ദൃശ്യവും പാപനാശവും താരതമ്യം ചെയ്തിട്ടുണ്ടോ? കലാപരമായും സാങ്കേതികമായും താങ്കളെ സംബന്ധിച്ച് കൂടുതൽ തൃപ്തി നൽകുന്നത് ഏതാണ്? അല്ല, രണ്ട് സാങ്കേതികമായി എനിക്ക് രണ്ടും ഒരേപോലെ തന്നെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒൺലി തിങ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ 2 വേർഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക ലിവിങ് ലെജൻസ് എന്ന് പറയാവുന്ന 2 നടന്മാർ തരുന്ന 2 വേർഷൻസ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വെല്ലുവിളി എവിടെയായിരുന്നു. അതായത്
ജോർജ് കുട്ടി എന്ന് അപ്പോൾ കമൽ സാർ എന്നോട് പറഞ്ഞത് ജോർജ് കുട്ടിയിൽ ജിത്തു എങ്ങനെ കൺസീവ് ചെയ്തിരിക്കുന്നു അത് വെച്ചിട്ടൊരു വളരെ ബോൾഡാണ്, കുറച്ച് വളരെ അധികം പുറമേ കാണിക്കത്തില്ല, ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും പുറമേ കാണിക്കത്തില്ല, വളരെ സ്റ്റേണായിട്ട് നിൽക്കുന്നു. അപ്പോൾ നേരെ സ്വയംഭലിംഗത്തിനെ കുറച്ചുകൂടെ സ്കേഡാക്കി ഞങ്ങൾ. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇമോഷണലാണ്. അദ്ദേഹം കരയും. ആ തല്ലുന്ന സീക്വൻസിലാണെങ്കിലും പറയുന്നുണ്ട് അയ്യോ അയ്യോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഒരിക്കലും ലാലേട്ടൻ ജോർജ് കുട്ടി ഇത് പറഞ്ഞിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളി ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് മെയിനായിട്ട് കൊണ്ടുവന്നത്. പിന്നെ ഈ പറഞ്ഞ ബാക്ക്ഡ്രോപ്പ് നമ്മൾ മാറ്റി. ഇത് ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പാണ്. അവിടെ തമിഴ് ഇത് വന്നപ്പം നാടാർ ഇതിലേക്ക് വന്നു. പാപനാശം പൂർണ്ണമായും സംവിധായകൻ്റെ സിനിമയാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇംപ്രവൈസേഷൻസ് ഒക്കെ പറയും. അത് ഞാനിപ്പം എന്നോട് ചോദിക്കുകയാണ് സാർ അത് വേണ്ടെന്ന്, ഓക്കെ നല്ലതെന്ന് എടുക്കും, അത്രേ ഉള്ളൂ. ദൃശ്യം എന്നൊരു സിനിമ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ഹിറ്റായൊരു സിനിമയാണ്. 50 കോടി കടന്നൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം സാധ്യമാവുകയാണ്. പിന്നെ വീണ്ടും വേറൊരു നടനെ വെച്ച്, അത് കമലഹാസനാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് എങ്കിൽ തന്നെ വീണ്ടും വേറൊരു അതേ സിനിമ തന്നെ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫിൽം മേക്കർ എന്നുള്ള നിലയിൽ അങ്ങനെ ആഹ്ലാദകരമായ മുഹൂർത്തം തന്നെയാണോ? അതിനകത്ത് ആഹ്ലാദകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കമലഹാസൻ എന്ന് പറയുന്ന ആ നടൻ തന്നെയാണ്. തുറന്നു പറഞ്ഞാൽ റീമേക്ക്, പ്രത്യേകിച്ചും ദൃശ്യത്തിൻ്റെ റീമേക്ക്, ഈ ചേഞ്ചസ് ക്യാരക്ടറൈസേഷൻ ഒഴിച്ചാൽ ബാക്കി ഷൂട്ട് ചെയ്ത് എനിക്ക് ബോറടിച്ചു. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും റീക്രിയേറ്റ് ചെയ്യാൻ ഒന്നും ഒരു എന്താ പറയുക നമ്മുടെ ഒരു എഫേർട്ട് അല്ല വേറൊരു ക്രിയേറ്റീവ് സൈഡിലൊന്നുമില്ല. അത് തന്നെ ചെയ്യുക, ഷോർട്ട് വൈസ് തന്നെ ഓൾമോസ്റ്റ് സെയിം. താങ്കളുടെ സിനിമകൾ പൊതുവെ വ്യക്തിബന്ധങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ അതും സമൂഹവുമായിട്ടുള്ള ആ മാറ്റം അതിലാണല്ലോ കൂടുതൽ ഊന്നുന്നത്. അത്തരം സിനിമയ്ക്ക് എത്രത്തോളം അതിന് സാധ്യതയുണ്ട്? ഇപ്പം ദൃശ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഒരു കോർ എലമെൻ്റ് യൂണിവേഴ്സലാണ്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഇതും ആ മകളും ആ ഫാമിലിയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അച്ഛൻ്റെ ഫീലിംഗ് അത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് അമേരിക്ക ആയാലും റഷ്യ ആയാലും എവിടെയാണെങ്കിലും അച്ഛനും എന്നുള്ള. പിന്നെ ഒരു യൂഷ്വൽ ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ യൂഷ്വൽ സിനിമകൾ ഒരു പക്ഷേ ഇപ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും അത് പെട്ട ഇതിനകത്തൊരു എക്സ്ട്രാ ഓർഡിനറി സബ്ജക്റ്റിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫാക്ടർ കൊണ്ടാണ് അത് ചെയ്യപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ, അതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ടെങ്കിൽ അത് എല്ലായിടത്തും അക്സെപ്റ്റബിൾ. ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്ത കാര്യം പാപനാശം ഞാൻ ചെന്നൈയിലിറങ്ങി. തമിഴും ഇതും തമ്മിലുള്ള നമ്മൾ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ പറയും. ഇവിടുത്തെ തിയേറ്ററിൽ എവിടെയൊക്കെ കൈയടിച്ചോ അതൊക്കെ അവിടെ ഉണ്ട്. ഇവിടുത്തെ തിയേറ്ററിൽ നമ്മുടെ സഹദേവൻ എവിടെയൊക്കെ തെറി വിളിച്ചോ ഞാൻ തിയേറ്ററിൽ നിന്ന് കേട്ടതാണ് കലാഭവമണീനെ തെറി വിളിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ സിനിമകൾ 5 സിനിമകൾ എടുത്ത് ആദ്യം ഡിറ്റക്റ്റീവ് മുതൽ മമ്മി ആൻഡ് മീ, മെമ്മറീസ് കഴിഞ്ഞ് ദൃശ്യം വരെ എടുത്താൽ എല്ലാത്തിലും ഈ അച്ഛൻ മകൾ അല്ലെങ്കിൽ ഫാമിലി കുടുംബമുണ്ട്. ഈ കുടുംബ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമാണോ താങ്കൾ, അതോ സിനിമയിൽ മുഴുവൻ സമയം ചെലവഴിക്കുന്ന ഒരാളാണോ? എങ്ങനെയാണ് താങ്കളുടെ വ്യക്തി ജീവിതം? പലർക്കും ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള പേഴ്സണലി അറിയില്ല. കാരണം ഞാനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലാണ്. പിന്നെ എൻ്റെ എഴുത്തവിടെയാണ്, എൻ്റെ വൈഫ് കോസ്റ്റ്യൂം ഡിസൈനറാണ്, ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ഞാൻ എൻ്റെ സബ്ജക്റ്റ് മുഴുവൻ അവരുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഡിസ്കഷൻ സിനിമാ ലോകത്തിന് പുറത്താണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സിനിമയ്ക്കകത്തുള്ളവരുമായിട്ട് സിനിമ ഡിസ്കസ് ചെയ്താൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല മുൻവിധികളുണ്ട്. ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പ്രശ്നമാണ്. ആ സമയം പ്രേക്ഷകനോട് ഇട്ട് കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയുന്നവരാ ഏത് കൊള്ളിയല്ല എടുത്ത് കളടി എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കളുമായിട്ടാണ് ഞാനിതിൻ്റെ ഡിസ്കഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമാ ലോകമായിട്ടുള്ള എൻ്റെ കണക്ഷൻസ് കുറവാന്നേ ഉള്ളൂ, ഇല്ലാതില്ല. പക്ഷേ ഈ കുടുംബത്തിലേക്ക് ഒതുങ്ങുന്നവരാണ് ജിത്തു ജോസഫിൻ്റെ മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സും. ജോർജ് കുട്ടി പത്രം വായിക്കാറില്ല. ഈവൻ ദിലീപിൻ്റെ മൈ ബോസിൽ പോലും വലിയ സാമൂഹ്യ ബന്ധങ്ങളില്ല. മെമ്മറീസിലെ പൃഥ്വിരാജും അങ്ങനെ സമൂഹത്തോടൊക്കെ ആകപ്പാടെ വിഷമവുമായി ഉള്ളിലേക്ക് ഒതുങ്ങി നടക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരുപക്ഷെ ഞാൻ കണ്ടു വളരുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ഇനി എൻ്റെ അടുത്ത ചിന്ത ഇതെങ്ങനെ പൊളിച്ച് കിടക്കാം എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞപ്പം ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ല അത് പ്രശ്നമാവാം അല്ലെങ്കിൽ ഇതാവാം, ഉണ്ടെങ്കിൽ ഇതൊന്ന് ബ്രേക്ക് ചെയ്യണം. അതാണ് ഇപ്പം പെട്ടെന്ന് എനിക്ക് തോന്നിയത്. ഓഫ് കോഴ്സ് എൻ്റെ കുടുംബാന്തരീക്ഷമായിരിക്കും. ഈ ദൃശ്യം എന്ന സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പമായി വിമർശകർ പറഞ്ഞതും അതാണ്. ഒരു നിയമലംഘനം കുടുംബത്തിന് വേണ്ടി ഒതുക്കിയെടുക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഒരു നിയമലംഘനം അവിടെ നടന്നിരിക്കുന്നു, ആ നിയമലംഘനത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, അത് ഒതുക്കുന്നതിന് വേണ്ടി മറ്റ് നിയമലംഘനങ്ങൾ തുടർച്ചയായി ചെയ്യുന്നു എന്നുള്ളതാണ്. കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അങ്ങനെ എടുക്കേണ്ടവർക്ക് അതിനെ എടുക്കാം. കാരണം
ഇതിന് മറുപടി പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ നമ്മുടെ ഇതിൻ്റെ ഇതുകൂടെ നോക്കിയിട്ട് വേണം പറയാൻ. കാരണം ജോർജ് കുട്ടി ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഞങ്ങളൊരു ഡിസ്കഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ എന്താ പറയില്ലേ, ലക്ഷ്യം മാർഗത്തെ സാധീകരിക്കുന്നു എന്ന് പറയുന്നത് അയാൾ നോക്കുന്നത് അയാളുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അന്ന് IG സെൻകുമാർ സാർ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ പോലീസിൽ ചെല്ലണം, അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഞാൻ 100% എന്നോട് യോജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കഥയിൽ അത് IG-യുടെ മകനാക്കിയത്. അവർക്ക് അതിനകത്തൊരു ഡയലോഗുണ്ട്, നമ്മുടെ കുടുംബം നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞത്. നമ്മുടെ മകളെ പോലും അല്ല, നമ്മുടെ കുടുംബം നശിപ്പിച്ച് കളയും. ഞാൻ ആ ഡയലോഗ് അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതിയത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചു. ആ മകളെയും കൊണ്ട് എൻ്റെ മകൾ ഇങ്ങനെ ഒരാളെ കൊന്നു, ഇതാണ് IG-യുടെ മകനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അങ്ങനെയായിരിക്കും ന്യൂസ് വരുന്നത്. ഒരിക്കലും വരില്ല. IG-യുടെ മകൻ ആ ചെയ്ത തെറ്റൊക്കെ ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവാം. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വെച്ച് നമ്മുടെ ഒരു നായകന് അങ്ങനെ ഒരു നിയമലംഘനം നടത്താനുള്ള ഒരു അനുമതി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളത് താങ്കൾക്ക് കൊടുക്കാമോ? അല്ല, അതിനകത്ത് അതൊരു തെറ്റായ സന്ദേശം അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിനു മുമ്പുള്ള കുറേ സിനിമകളുണ്ട്, വില്ലന്മാർ നായകൻ വെടിവെച്ചിട്ട് സ്ലോ മോഷൻ നടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കയറി കൊല്ലാന്നാണോ അതിൻ്റെ അർത്ഥം? അവൻ തെറ്റ് ചെയ്താലും അവനെ കൊല്ലാൻ പാടില്ല. ഇത് സിനിമയാണ്, ഇതിനെ സിനിമയായിട്ട് എടുത്താൽ മതി. അത്രയോ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് നായകൻ അവസാനം വില്ലനെ വെടിവെച്ച് കൊന്നിട്ട് നടന്നു പോകാൻ. ലെനിൻ രാജേന്ദ്രൻ്റെ വചനം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ നിയമത്തിന് മുന്നിൽ നിന്നും ഒരു ക്രൈം ഒളിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പിന്നീട് അതിന് അവാർഡ് നിഷേധിച്ചത്. അപ്പോൾ സമാനമായ വിധത്തിൽ നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പണ്ടൊരു അവാർഡ് ജൂറി തീരുമാനിച്ചിട്ടുള്ള വിഷയമാണ്. അല്ല, അത് അവാർഡ് വേണ്ട. അല്ല, ശരിക്കും ഞാൻ പറയില്ല, നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ല. ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനറാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇടുന്നു. ഇത് രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരിത്. ആ അമ്മയ്ക്ക് നീതി കിട്ടണ്ടേ? ശരിക്കും പറഞ്ഞാൽ അയാളുടെ അമ്മയ്ക്ക് മകൻ എവിടെയാണെന്ന് പോലും അറിയില്ല. അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. എങ്ങനെ സിനിമയിലേക്ക് എത്തി? സിനിമയിലെത്തിയത് അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് SP പഠിക്കുന്ന സമയത്ത് സിനിമ കണ്ടുള്ള താല്പര്യത്തിലൂടെ വന്നതാണ്. കാരണം എൻ്റെ ഫാദർ മരിച്ചപ്പോൾ എന്നെ അവിടെ പഞ്ചായത്തിലൊക്കെ നിർത്താനും രാഷ്ട്രീയത്തിലും ഒത്തിരി. എൻ്റെ ഫാദറിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒറ്റ ഒരു ആഗ്രഹമുണ്ട്, മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്നായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് നിർമ്മലയിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ അവിടെ ഇതുപോലെ എന്തോ ഒരു ഇതിലേക്ക് കൗൺസിലറായിട്ടൊക്കെ നിർത്താൻ ശ്രമം നടത്തിയപ്പം ഫാദർ പറഞ്ഞു വേണ്ട, പുള്ളിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കും ഭയങ്കര ബിറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന്. പിന്നെ ഞാൻ രാഷ്ട്രീയം വെറുത്തതിൻ്റെ MLA ആയിരുന്നു, മറ്റു MLA ആയിരുന്നു. അതിനൊരു വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 10 കാര്യം ചെയ്തു കൊടുത്താലും, ഒരു പക്ഷേ നന്നായിട്ട് അറിയാൻ പറ്റും, 10 കാര്യം ചെയ്തു കൊടുത്താലും 11ാമത് ചെയ്തില്ലേ അവൻ ശത്രുവാണ്. ഇത് വീട്ടിൽ വന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞ് പോകുന്ന പലരെയും പിന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ അമ്മ നമ്മൾ ചിരിച്ചാൽ കാണുക. അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം സഹായിച്ചു കൊടുക്കാൻ പറ്റും. ശത്രുക്കളാവും വലുത്. ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ എത്ര കണ്ട് അളന്നിട്ടുണ്ടോ അതിന്? ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ, ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഏതാണ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത്? ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ആംഗിളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ ഒരു റൈറ്ററായിട്ടോ ഡയറക്ടറായിട്ടോ അല്ല കാണുന്നത്. ഐ എം ജസ്റ്റ് എ സ്റ്റോറി ടെല്ലർ. അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഒരു വലിയ റൈറ്റർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. റൈറ്റർ അല്ല അങ്ങനെ എഴുതുന്നത്. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തിരക്കഥ എഴുതുന്നു എന്നൊന്നും അല്ലാതെ അതിന് വേണ്ട രീതിയിലുള്ളൊരു മേക്കിങ്. ഞാനൊരിക്കലും ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഇതാണ് എന്ന് പറഞ്ഞ് ഞാനൊരു മേക്കിങ് ഫോളോ ചെയ്യാറില്ല. ഒരു സബ്ജക്റ്റ് എന്തിട്ട് ഇപ്പം മെമ്മറീസ് ഞാൻ മേക്ക് ചെയ്ത രീതിയിലല്ല ദൃശ്യം ചെയ്തിരിക്കുന്നത്. ഇതുപോലെയല്ല മൈ ബോസും മമ്മി ആൻഡ് മീ ചെയ്തിരിക്കുന്നത്. ഇപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ വേറൊരു കൈൻഡ് ഓഫ് ഒരു ആംഗിളും കാര്യങ്ങളുമാണ്. ആ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രസൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ ഒരു ഡയറക്ടറാണ് ഈ ഷോട്ട്സ് ഒക്കെ തീരുമാനിക്കുന്നത്. അവിടെ വന്നതിന് ശേഷമാണോ അതോ നേരത്തെ മനസ്സിലുണ്ടോ? ഞാൻ തന്നെ ദൃശ്യത്തിലുള്ള പല ഷോട്ട്സും ഒരു സാമ്പ്രദായികമായ രീതിയിൽ ഷൂട്ട് എടുത്തതുപോലെ തോന്നിയിട്ടില്ല. എനിക്കൊന്നൊരു സംവിധായകൻ്റെ വളരെ വ്യക്തിനിഷ്ഠമായ വിധത്തിലൊരു ഷോട്ട് സെലക്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് അല്ല, ഞാൻ ഇതുവരെ 5 സിനിമ ഞാൻ സ്വന്തമായിട്ട് ആണ് ഡയറക്റ്റ് ചെയ്തത്. ഞാനത് എഴുതുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ വിഷ്വലൈസ് ചെയ്താണ് എഴുതുന്നത്. അപ്പം നമ്മുടെ ആ വിഷ്വലിനകത്ത് ആ മൂമെൻറ്റും ഞാൻ എഴുതും. ഇവിടെ ക്രെയിൻ ഷോട്ടാണെങ്കിൽ ക്രെയിൻ ഷോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ക്യാം ഇങ്ങനെ റിവോൾവ് ചെയ്ത് വരുന്ന ആയിരിക്കും. അത് എഴുതി കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് ഞാൻ ലൊക്കേഷനിൽ ചെല്ലും. കാരണം ഈ ലൊക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. ഹോളിവുഡിലാണെങ്കിൽ അവരത് ക്രിയേറ്റ് ചെയ്യും അറിയും, പക്ഷെ നമുക്ക് അത് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ പുറത്താരും കാണാത്ത സ്ക്രിപ്റ്റിൻ്റെ ഒരു പേഴ്സണൽ കോപ്പി ഉണ്ടാവും എനിക്ക്.
ഞാൻ അതുമായിട്ടിരുന്ന് എൻ്റെതായ രീതിയിൽ ആ സ്ക്രിപ്റ്റ് പർട്ടിക്കുലർ ലൊക്കേഷൻ, ആ പർട്ടിക്കുലർ വീട് ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, ദൃശ്യത്തിലെല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞ സോങ്ങിനകത്ത് ആ പോലീസ് ജീപ്പ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ലാലേട്ടൻ മുമ്പിൽ കയറി നിൽക്കുന്നു. അന്നേരം തൊട്ട് ആ വിഷ്വൽ അങ്ങനെ വന്നപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്ത വീട് ഇത്രയും ഇങ്ങനെ ഒരു സ്പേസ് വേണം. ആ വീടിന് വേണ്ടി എന്തോരം ചുറ്റിക്കിറങ്ങി നടന്നത്. അവസാനം വഴിത്തല ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയത്. അപ്പം ആ വിഷ്വലിലുണ്ടത് ഇത്രയും ഒരു ഇങ്ങനെ കയറി വരുന്നൊരു സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ബിൽഡപ്പ് ഷോട്ട്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് കിട്ടിയില്ലായിരുന്നെന്ന് വയ്ക്കുക. അപ്പം ഞാനതനുസരിച്ച് റീവർക്ക് ചെയ്യേണ്ടി വരും. അതായത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും ഒരേ വർക്കാണ്. സംവിധാനം ചെയ്ത് എഴുതി പോവാണ്. സിനിമ സ്വപ്നം കണ്ട് നടന്ന് ഒടുവിൽ ഇടയ്ക്ക് വെച്ച് സിനിമ നിർത്തി വേണ്ട സിനിമാ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും കൃഷിയിലേക്ക് തിരിഞ്ഞു. അതെന്തുകൊണ്ട് ആ ജീവിത കാലഘട്ടം എങ്ങനെയാണ് നേരിട്ടത്? അത് വേണ്ടെന്ന് വെച്ചത് ഭാര്യ കാരണമാണ്. അതായത് ഞാൻ സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന സമയത്താണ് എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. ചെന്ന് ഇത് ഇൻട്രൊഡ്യൂസ് കാര്യങ്ങൾ പരിചയപ്പെട്ട് തോന്നിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഈ വേറെ ഫീൽഡൊന്നും കിട്ടിയില്ല എന്നാണ്. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം പുള്ളിക്ക് അത് വേണ്ടെങ്കിൽ അപ്പോൾ അവിടെ സിനിമ വേണോ പുള്ളി വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതിന് മുൻതൂക്കം കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ അത് വിട്ടേക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ കൃഷിയും സ്ഥലമുണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയത്. ഇത് കഴിഞ്ഞ് എൻ്റെ വൈഫ് തന്നെയാണ് ഞാൻ ഈ ഫിലിം ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യവും ഒരുക്കി തന്നത്. ഒരു 8-10 കൊല്ലം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ നാട്ടിൽ തന്നെ. കാരണം പുള്ളിക്കാരത്തേക്ക് എൻ്റെ ഒരു വിഷമം മനസ്സിലായി. സിനിമ കാണുമ്പോൾ ഞാനൊത്തിരി ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെ ചെയ്താൽ നന്നാകുമായിരുന്നു പറഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് കറക്റ്റ് ഒരു സാഹചര്യം വന്നപ്പോൾ പുള്ളിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജിത്തു ജോസഫിൻ്റെ ജീവിതവും ഏതാണ്ട് ഒരു സിനിമ പോലെയാണ്. അതായത് നമ്മൾ താഴേക്കടയിൽ നിന്നൊരാൾ, വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ സിനിമയിലേക്ക് വരുന്നു. ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ചെറിയ ചെറിയ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ ഒരു പക്ഷേ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് താണ്ടി വന്ന വഴികളിൽ കഠിനാധ്വാനവും സത്യസന്ധത ആത്മാർത്ഥത ഇല്ലാതെ അങ്ങനെ കഴിയില്ല. എങ്ങനെയാണത് പൂർണ്ണമാക്കിയത്? ദൈവാനുഗ്രഹം, ഭയങ്കര ദൈവം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡസ്ട്രിയിൽ ആരും പരിചയമില്ല. ഞാൻ ഇവിടെ വന്ന് എറണാകുളത്ത് താമസിച്ചു, എൻ്റെ വൈഫും അവർ നാട്ടിലും താമസിച്ചു. എല്ലാ വീക്കെൻഡിലും ഞാൻ അവിടെ ചെല്ലും. അപ്പോഴും ഒരു ഗ്യാരണ്ടി ഇല്ല ഞാൻ എന്തെങ്കിലും ആകുമെന്ന്. പിന്നെ ആപ്പാടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട്, ജീവിക്കാൻ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു നമുക്കൊരു ശക്തി ഉണ്ടായിരുന്നു. മദർ ഭയങ്കര സപ്പോർട്ടാണ്. അന്നത്തെ ഫാദർ മരിച്ചു, ഫാദറില്ല, മദർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയപ്പോൾ മദർ റബ്ബർ തോട്ടത്തിൻ്റെ നിൻ്റെ ഷെയറിൻ്റെ കുറച്ച് വിറ്റിട്ടാണ് സിനിമ ഓടിക്കിടാന്ന് പറഞ്ഞു. അതൊരു പോസിറ്റീവ് എനർജി തന്ന് അങ്ങനെ ഇത് ചെയ്തതാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒരു സർക്കിൾ ഉണ്ടാക്കി, കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെയും ഒക്കെ അവർക്ക് ചെയ്ത നന്മയുടെ ഒരു ഇതായിരിക്കാം എനിക്ക് കിട്ടിയത് നല്ല സുഹൃത്തുക്കളെയാണ്. എനിക്ക് സിനിമയിൽ നിന്ന് ഇന്നേ വരെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ദൃശ്യം മുതൽ മോഹൻലാലിൻ്റെ മകൻ താങ്കളുടെ അസിസ്റ്റൻ്റാണ്. കമലഹാസനുമായി ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണല്ലോ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ. താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? വളരെ അത് ഞാൻ പ്രണവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി വേണം ആഗ്രഹിക്കുന്ന പയ്യനാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ 100% അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആണ്. അത് പുള്ളിക്ക് അത് പെർഫെക്റ്റായിട്ട് ചെയ്തു തന്നിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് വർക്കിൽ ക്ലാപ്പ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യുന്നപ്പോൾ അടുത്ത റിപ്പോർട്ട് എഴുതുന്നത് കൊടുത്തു. ഇത്തവണ വന്നപ്പം കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ നോക്ക്. അവിടെ ന്യൂസിലൻഡിന് പോയപ്പം ഒരു അസോസിയേറ്റ് ഒരു അസിസ്റ്റൻറ്റും ഉള്ളൂ. അത് പ്രണവിനെയാണ് കൊണ്ടുപോയത്. വളരെ മിടുക്കനാണ്, ആ കാര്യത്തിൽ സംശയവും വേണ്ട. 5 സിനിമകൾ എഴുതി സംവിധാനം ചെയ്യുക, അതിനെ ഒരു ശ്രദ്ധേയം ഇൻഡസ്ട്രി സ്വീകരിക്കുന്ന നിലയിലേക്ക് മാറ്റുക, അടിസ്ഥാനപരമായ ഒരു എഴുത്തുകാരൻ കൂടി ആയിരിക്കണമല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ താങ്കളല്ല എഴുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യം നൽകിയ വലിയ പ്രതീക്ഷയെ ഭയന്നിട്ടാണോ എഴുതുന്നത്? അത് ഞാൻ ദൃശ്യം മെമ്മറീസ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കഥ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നു ഈ കഥയായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ മെമ്മറീസ് ദൃശ്യമുണ്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ കഥ വായിച്ചപ്പോൾ സ്ക്രിപ്റ്റായിരുന്നു, വായിച്ചപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചപ്പം മെമ്മറീസ് അത് കഴിഞ്ഞ ദൃശ്യം രണ്ടിലും ഉള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു ത്രില്ലർ സ്വഭാവം കിടപ്പുണ്ട്. ലൈഫ് ഓഫ് ജോസ് കുട്ടി ഇതൊന്നുമല്ല. ഒരു പുതുമയുള്ള കഥയെന്ന് പറയാൻ പറ്റില്ല, പുതുമയുള്ള ക്യാരക്ടറൈസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തോ ഇതിനകത്തൊരു ജീവിതമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഓഫ് ജോസ് കുട്ടി ഒരു സിനിമയല്ല, അതൊരു ജീവിതമാണ്. 10 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ഒരാളുടെ ലൈഫാണ്. അതിനൊരു പെർസ്പെക്റ്റീവ് ഞാൻ കൊടുത്തു. അതാണ് എൻ്റെ അതിനകത്തെ ഒരു കോൺട്രിബ്യൂഷൻ. അത് ചിലപ്പോൾ ദോഷമാകാം, നല്ലതാകാം, എനിക്കറിയില്ല. മോഹൻലാലിന് കഴിഞ്ഞ അതേ വേഷം കമലഹാസന് കൊടുക്കുക ഒരുപക്ഷെ നമ്മുടെ ജനറേഷനിൽ കണ്ടിട്ടുള്ള 2 അത്ഭുതങ്ങളാണ്.
ജിത്തു ജോസഫ് അതെങ്ങനെ നോക്കിക്കണ്ടു? എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു കമൽ സാറിന് ഒരു യൂണിവേഴ്സിറ്റി പോലെയാണ്. വന്നിരുന്നിട്ട് എങ്ങനെയാണ് ജോർജ് കുട്ടീനെ ജിത്തു കൺസീവ് ചെയ്തത്, ഓക്കെ, ഇത് ക്യാരക്ടർ സ്വയംലിംഗം, നമുക്കിവനെ എങ്ങനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം, അതിൻ്റെ സോള് നഷ്ടപ്പെടരുത്, പക്ഷേ പുറമേ നോക്കുമ്പോൾ വ്യത്യാസം കാണുമെന്നാണ്. അതിൽ 1-2 ഐഡിയാസ് അദ്ദേഹം ഇട്ടപ്പം എനിക്ക് കത്തി, അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനും കൂടി. അതുകൊണ്ടാണ് നാടാർ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഒരു മഞ്ഞപ്പൈ എപ്പോഴും കാണും, മറ്റേ കയ്യിലൊരു ഇതെഴുതും, കണക്കെഴുതാനായിട്ട് ഈ എന്താ പറയുക, നമ്മുടെ സിഗരറ്റ് ബാഗിൻ്റെ ബാക്കിൽ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറുണ്ട് അവർക്ക്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളതിനെ മോൾഡ് ചെയ്തെടുക്കുമായത്. പിന്നെ അതിൻ്റെ പെർഫോമൻസ് സൈഡ് അത് സാറ് തന്നെ 1-2 തവണ ഇങ്ങനെ ചെയ്തു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ, എങ്ങനെയാണ് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ ഒരു വളരെ ഞങ്ങൾ രൂപമാറ്റത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളല്ല, സ്ലാങ്ങിൽ ശ്രദ്ധിക്കുന്ന, എല്ലാ സ്ലാങ്ങും പറഞ്ഞു തീർക്കണം ഒരു ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് സിനിമയിലെങ്കിലും എന്ന് വിചാരിക്കുന്ന ആളാണ് കമൽഹാസൻ. ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ജിത്തു ജോസഫിന്? അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലൊരു പഠിതാവായി ചേരാൻ കഴിയും? തീർച്ചയായിട്ടും അതേ പറഞ്ഞത്. അദ്ദേഹം താഴേക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു നിന്നിട്ടാണ് പറയുന്നത്. അതാണ് ഒരുപക്ഷെ അദ്ദേഹം പിന്നീട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, സിനിമ കഴിഞ്ഞ് പോയപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു അദ്ദേഹം. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്, വളരെ സന്തോഷം. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് സിങ്ക് ആവത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഐ വി ശശിയായിട്ട് ഞാനിങ്ങനെ ഒത്തിരി സിനിമകൾ ചെയ്തു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഐ എം ഹാപ്പി വിത്ത് യുവർ വർക്ക് എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സബ്ജക്റ്റും കാര്യങ്ങളും ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അതായത് ഇറ്റ്സ് ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറിന് മുമ്പിൽ ഒരു LKG സ്റ്റുഡൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇരുന്നത്. പക്ഷേ അദ്ദേഹം എന്നെ ഒരു LKG സ്റ്റുഡൻ്റായിട്ട് മാത്രമല്ല, എന്നെ പിടിച്ച് കൂടെ നിർത്തി വേണ്ട രീതിയിൽ അത് കൊണ്ടുപോയി ആ ധൈര്യം തന്ന്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു പേടി ഉണ്ടാവുമെന്ന് സ്വയം അറിയാലോ. അപ്പോൾ പിന്നെ ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പോയി. ഇത്രയും വിജയിപ്പിച്ച ഒരു സിനിമ സംവിധായകന് ഇപ്പോഴും ആത്മവിശ്വാസക്കുറവുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ദൃശ്യം എടുത്ത് വിജയിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ നമ്മളൊരു ഉയർന്ന ഒരു തലത്തിലേക്ക് തന്നെ എത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. ഈ തമിഴിൻ്റെ കാര്യത്തിലാണോ? തമിഴിൻ്റെ കാര്യത്തിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചറൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ഒരു ഐഡിയ ഇല്ല. ഞാനവിടെ പോയി ഇതേപോലെ ചെയ്താൽ മലയാളം പോലെ ഇരിക്കും. അവിടെയാണ് പല റീമേക്കുകൾക്കും പറ്റുന്ന പ്രശ്നം. അദ്ദേഹം അതാണ് പറഞ്ഞു തന്നത്. അപ്പം എനിക്കറിയാൻ മേലാത്ത കാര്യം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ തന്നെ ശ്രമിക്കണം. പിന്നെ അല്ലേ തന്നെ അങ്ങനൊരു ആത്മവിശ്വാസമൊന്നും, അത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഡിസ്കഷൻ ഇരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നെ കരുതിയിരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ഞാനാണ് എന്ന് ഞാൻ സ്വയം കരുതിയിട്ടാണ് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിനകത്ത്, അപ്പോൾ അവർ പറയുന്നത് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. അതിനകത്ത് മോശമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ, അതങ്ങ് മാറ്റി. 10 പേർക്ക് മുമ്പിൽ ഞാനിത് കൊടുക്കുമ്പോൾ 8 പേരും ഒരേ കാര്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഞാനത് മാറ്റും. കാരണം ഇത് കൊമേഴ്ഷ്യൽ സിനിമയായതുകൊണ്ട് ഫീഡ്ബാക്ക് വേണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ എൻ്റെ ആഗ്രഹത്തിന് മാത്രം ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഞാൻ ആരെയും കാണിക്കേണ്ട. അത് എൻ്റെ ചിന്താതലങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനുള്ളതാണ്. അല്ല, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ താങ്കൾ കൃത്യമായിട്ട് എഴുതുന്നു, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും താങ്കൾ നേരത്തെ മനസ്സിലാക്കുന്നു. അപ്പോൾ സിനിമ ഒരു സംവിധായകൻ്റെ കലയാണെന്നൊക്കെയുള്ള പഴയ കാര്യങ്ങൾക്കപ്പുറത്ത് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വ്യക്തിനിഷ്ഠമായിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയും സംഘടനകൾ വല്ല സഹായം ചെയ്യുന്നുണ്ടോ ഈ സിനിമയിൽ? ആദ്യം ഇതിന് മറുപടി പറഞ്ഞോട്ടെ. സിനിമ ഒരു സംവിധായകൻ്റെ കലയാണെന്ന് പറയുന്നതിലൂടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമ ഒരു റൈറ്ററുടെ കലയാണ്. നല്ല ഒരു സ്ക്രിപ്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയ കോമൺ സെൻസ് ഉള്ള ആർക്കും ഡയറക്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനത്തെ എത്ര സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളെന്നുള്ളത് റൈറ്റർ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അവസാനം എഴുതി കാണിക്കേണ്ട പേര് അയാളുടെയാണ്. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ പറയുന്നത്. ഞാൻ സ്ട്രോങ്, കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പം MT സാറിൻ്റെ അവരുടെയൊക്കെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കി കാണാം. അത് വായിച്ചാൽ നമ്മുടെ മനസ്സിലൂടെ ആ വിഷ്വൽ വരും. അത് അതേപോലെ കോമൺ സെൻസ് ഉള്ള ആൾക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നില്ല. പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഇന്നാളും സിനിമ സംവിധായകൻ്റെ ആണോ നായകൻ്റെ ആണോ എന്നായിരുന്നു. അപ്പോൾ അത് ശരിക്കും റൈറ്ററാണ്. ഈ റൈറ്റർ ഒരു നല്ല സ്ക്രിപ്റ്റ്, അങ്ങനെയാണെന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് സൂപ്പർ ഹിറ്റ് സംവിധായകർക്കൊന്നും എല്ലാ സിനിമയും ഹിറ്റാക്കാൻ പറ്റുന്നില്ല? സൂപ്പർ ഹിറ്റ് നടന്മാർക്ക് എല്ലാ പടവും ഹിറ്റാക്കാൻ പറ്റാത്ത തന്നെ ഒരു സംവിധായകൻ. നമ്മളിപ്പോൾ മറ്റ് ഭാഷകളിൽ, പ്രത്യേകിച്ച് ഹോളിവുഡിലൊക്കെ തന്നെയും ഒരു സിനിമയുടെ ആ കളക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഓരോ ഷെയർ ഓരോരുത്തർക്ക് കിട്ടുന്നതാണ്. മലയാളത്തിൽ അല്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ? 100% അതിനെതിരാണ്. എനിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പെർസെൻറ്റേജ് വേണം ചോദിക്കാം. ഓക്കെ, അതിനകത്തൊരു ന്യായം വേണ്ടേ? ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഇത് ടേബിൾ പ്രോഫിറ്റ് ആക്കി ഞാൻ കൊടുക്കണം. ഈ സിനിമ റിസ്ക് ഉണ്ടാകരുത്. റിസ്ക് പ്രൊഡ്യൂസർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത്
ഞാൻ കമ്മീഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചോദിച്ചാൽ നഷ്ടം വന്നാൽ ഞാൻ കൊടുക്കണം, അത് കൊടുക്കുകയല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് വേണ്ട. ഇനിയാണെങ്കിലോ? ഏത് ഇനിയിപ്പോൾ ജിത്തു ജോസഫിൻ്റെ ഏത് സിനിമയും ടേബിൾ പ്രോഫിറ്റാണ്? പറയാൻ പറ്റില്ല സാർ, അത് ഡിപ്പെൻസ്. ചില സബ്ജക്റ്റുകൾക്ക് ഹെവി ആണെങ്കിൽ മാറിപ്പോകും. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി ഏത് ചാനലിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലും എത്ര ചിലവായോ അതിൽ കൂടുതൽ തരും. അല്ല, ലൈഫ് ഓഫ് ജോസൂട്ടി ടേബിൾ പ്രോഫിറ്റ് ആയി, ഓൾറെഡി അത് ഹീറോ മേടിച്ചു കഴിഞ്ഞു. പക്ഷേ അടുത്ത് വരുന്ന പൃഥ്വിരാജിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അത് എക്സ്പെൻസീവാണ്. അത് പ്രൊഡ്യൂസർക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് റിസ്ക് ഉള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സത്യം പറയാം, ജോസൂട്ടിയിൽ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ പോലും ഞാൻ വാങ്ങിക്കത്തില്ല. പണ്ട് ഭാഷ സിനിമയിൽ കെട്ടിയിട്ട് തല്ലുന്ന രംഗമുണ്ട് രജനീകാന്തിന്. ആ സമയത്ത് തിയേറ്ററുകൾ മുഴുവൻ നിലവിളിയായിരുന്നു. ഒരുപക്ഷെ രജനീകാന്ത് ആദ്യം മടിച്ചിരുന്നതും ആ ഒരു അനുഭവം ഓർത്തിട്ടായിരിക്കും. ഇപ്പോൾ കമലഹാസൻ ദൃശ്യത്തിലും നല്ല നിലയിൽ ചവിട്ടുകൊള്ളുന്ന സീൻ, ആ കഥാപാത്രം, ഇതിനോട് ഈ ഒരു താരം, കമലഹാസൻ എന്ന താരം ആ രംഗം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവം എങ്ങനെയാണ് താങ്കളോട് പങ്കുവെച്ചത്? അല്ല, തീർച്ചയായിട്ടും കമൽ സാർ അവിടെ ആ ഒരു സീനിൻ്റെ ബ്രൂട്ടാലിറ്റി കൂട്ടിയിട്ടേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ കംപ്ലീറ്റ് കൊറിയോഗ്രാഫി ചെയ്തത് കമൽ സാർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര, ഞാൻ ചോദിച്ചു സാർ ഓഡിയൻസ്, അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ജിത്തു ഞാൻ എന്നും താഴേക്കടയിലേക്ക് വന്നുമൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, എൻ്റെ കേസിൽ പ്രശ്നമൊന്നുമില്ല, എനിക്കത് ആ പേടിയൊന്നുമില്ല എന്നാണ് എന്നോട് പറഞ്ഞു. വളരെയധികം നന്ദി ശ്രീ ജിത്തു ജോസഫ് ഇത്രയും നേരം ചെലവഴിച്ചതിന്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.